പുതുവർഷം എന്ന കവിത എഴുതിയ വിജയലക്ഷ്മിയാണ് ഞാൻ. അമ്മയോടും കുട്ടിയോടുമൊപ്പം കടന്നുപോയ കാലത്തെ കൂടി അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് പുതുവർഷം. ഓണം എന്ന സങ്കല്പത്തിനും അത് ആഘോഷിക്കുന്ന രീതിക്കും വന്ന മാറ്റങ്ങളെ ഈ കവിത അവതരിപ്പിക്കുന്നു. ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളെ അവതരിപ്പിക്കുന്നു. തുമ്പപ്പൂവ് ഏതാണെന്ന് അന്നത്തെ കുട്ടികൾക്ക് അറിയാമായിരുന്നു. ഓണവുമായി ബന്ധപ്പെട്ട ഒരു പൂവാണ് അത്. പൂക്കളത്തിന് നടുവിൽ ഒരു തുമ്പത്തലപ്പ് വെച്ചിട്ടാണ് മറ്റു പൂക്കൾ ചുറ്റും നിരത്തുന്നത്. പൂവും മൊട്ടും തളിരിലയും അടങ്ങിയ ആ തലപ്പിന് തുമ്പക്കുടം എന്നാണ് പറയുക. മാവേലിയെ എതിരേൽക്കുന്ന ചടങ്ങ് തിരുവോണനാൾ പുലരും മുമ്പാണ്. വീട്ടുപടിക്കൽ മുതൽ മുറ്റത്തെ പൂക്കളം വരെ തുമ്പയിലയും പൂവും തണ്ടും വിതറിയാണ് ആ എതിരേൽപ്പ്. മാവേലി ഇരുത്തിയിട്ട് നിവേദിക്കുന്ന പൂവട എന്ന അടയിലും തുമ്പപ്പൂവ് ഇടും. തുമ്പ പൂവിൻ്റെയും ഇലയുടെയും ഒരു കൂമ്പാരത്തിലാണ് മാവേലിയെ വയ്ക്കുക. ഇങ്ങനെ ഓണവുമായി മുറിച്ചു മാറ്റാനാവാത്ത ബന്ധമുള്ള ഒരു ചെടിയാണ് തുമ്പ. വെളുത്ത നിറമുള്ള പൂവാണ് അതിന്. കാലം കടന്നപ്പോൾ ഓണത്തിനും പൂക്കളത്തിനുമൊക്കെ മാറ്റങ്ങൾ വന്നു. തുമ്പയ്ക്ക് അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. അമ്മമാർക്കും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. എങ്കിലും പൊതുവായി പറഞ്ഞാൽ അമ്മ എന്നത് ഒരു കുട്ടിക്ക് ആദരിക്കാനും അനുസരിക്കാനും മനസ്സ് തുറക്കാനും അഭിപ്രായം അന്വേഷിക്കാനും ഉള്ള ആളാണ്. പ്രായമെത്തുമ്പോൾ സ്നേഹബന്ധം നിലനിർത്തുന്നത് എങ്ങനെയെന്ന് ഒരു കുട്ടി അമ്മയിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളും അടുപ്പം ഉണ്ടാവേണ്ട ആളും ആണ് അമ്മ. എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.